എന്താണ് നമുക്കിതൊന്ന് മനസ്സിലായത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി within definite interval of time is equal to the area of the portion under velocity time graph. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഡെഫിനിറ്റ് ഇന്റർവെല്ലിൽ ആയിരിക്കണം, ഒരു പ്രത്യേക ടൈം പീരീഡിനുള്ളിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഒരു വസ്തുവിന് ഒരു നിശ്ചിത സമയത്തിനിടയ്ക്ക് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തിന് ഈക്വൽ ആണ്? ഏരിയ ഓഫ് ദ പോർഷൻ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ താഴെ വരുന്ന ആ ഏരിയ അത് ആ പോർഷന്റെ ഏരിയ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിൽ വരുന്ന ഒരു പോർഷൻ ഉണ്ടാവല്ലോ, ആ പോർഷന്റെ ഏരിയ തന്നെയാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഈ ഗ്രാഫ് ഇങ്ങനെയാണ്, നേരത്തെ പോയതുപോലെ അല്ല, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇത് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ ഇതിന് ഒരു നിശ്ചിത സമയത്തിനിടയ്ക്ക്, ഇപ്പൊ ഇത്രയും ടൈം ഇന്റർവെൽ, ഇപ്പൊ 2 സെക്കൻഡ് 10 സെക്കൻഡ് എന്ന് വിചാരിക്കാം, ഈ ഒരു സമയത്തിനിടയിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കാണണമെന്ന് വിചാരിക്കാം. ഈ ഒരു സമയത്തിനിടയ്ക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമ്മൾ എന്ത് കണ്ടാൽ മതി? ഈ ഒരു പോർഷന്റെ ഏരിയ കണ്ടാൽ മതി. ഈ ഗ്രാഫിനടിയിൽ വരുന്ന ഈ പോർഷൻ ഇല്ലേ, ഈ പോർഷന്റെ ഏരിയ കണ്ടാൽ മതി. അപ്പൊ ഈ പോർഷൻ ഒരു നിശ്ചിത ഷേപ്പില്ല അല്ലെ, ഇത് നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റും. എങ്ങനെ ഷേപ്പ് ആക്കാൻ പറ്റും? ഈ ഒരു പോർഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെയും ഈ ട്രയാങ്കിളിന്റെയും ഏരിയ തമ്മിൽ കൂട്ടിയാൽ മതി കണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ, അതായത് ഇത് ഒരു എക്സാമ്പിൾ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് എന്താണ്? ദിസ് ഈസ് ഓൾസോ എ ടൈം വെലോസിറ്റി ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതും ഒരു ടൈം വെലോസിറ്റി ഗ്രാഫ് ആണ്. ഇത് കോൺസ്റ്റന്റ് അല്ലാത്തത് കൊണ്ട്, സെയിം അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വെലോസിറ്റി സെയിം അല്ലാത്തത് കൊണ്ട് ഈ ഒരു രീതിയിൽ പോയി. ഗ്രാഫ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം അല്ലെ, അതിനനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റീസ് മാറുന്നതിനനുസരിച്ച് ഗ്രാഫും എന്താവും? ചേഞ്ച് ആവും. അപ്പൊ ഇവിടെയും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണമെന്ന് വിചാരിക്കാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ 2 സെക്കൻഡിന്റെയും 10 സെക്കൻഡിന്റെയും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കും അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് ആണ്. കാരണം നമ്മൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഷേപ്പ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്ത് തന്നെ ആയാലും ഈ ഗ്രാഫ് ഏത് ഷേപ്പിലായാലും ആ ഷേപ്പിന്റെ അണ്ടറിൽ വരുന്ന, ഈ ഗ്രാഫിന്റെ അണ്ടറിൽ വരുന്ന ആ ഡെഫിനിറ്റ് ഇന്റർവെല്ലിന് ഇടയിൽ വരുന്ന ആ പോർഷന്റെ ഏരിയ ആയിരിക്കും എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയും മനസ്സിലാക്കുക. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിൽ വരുന്ന ആ ഇന്റർവെല്ലിന്, ആ പീരീഡിനുള്ളിൽ വരുന്ന ആ ഏരിയയുടെ, ആ പോർഷന്റെ ഏരിയ ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊരു ഒബ്ജക്റ്റ് ട്രാവലിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, അതായത് ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഫ്രീലി ഫോൾ ചെയ്യുന്ന, എർത്തിലേക്ക് ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ നമുക്ക് കാണേണ്ടത് 2ാമത്തെ സെക്കൻഡിനിടയ്ക്കും 4ാമത്തെ സെക്കൻഡിനിടയ്ക്കും ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് സെക്കൻഡ് മുതലാണ്? 2ാമത്തെ സെക്കൻഡ് മുതൽ. അപ്പൊ 2ാമത്തെ സെക്കൻഡിന്റെ നേരെ നമ്മൾ ഗ്രാഫിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്തു. അതിനെ നമ്മൾ എന്തിലേക്ക് ജോയിൻ ചെയ്തു? വെലോസിറ്റി. അതിന്റെ വെലോസിറ്റി അറിയണ്ടേ നമുക്ക്. അപ്പൊ 20 ആണ് അതിന്റെ വെലോസിറ്റി. അത് 2ാമത്തെ സെക്കൻഡില് വെലോസിറ്റി എത്രയാണ്? 20. ഇനി 4ാമത്തെ സെക്കൻഡ് വരെ ഉള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. 4ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 4ാമത്തെ സെക്കൻഡിന് നേരെ നമ്മൾ ഗ്രാഫിലേക്ക് വരച്ചു നോക്കുക. അപ്പൊ 4ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ്? 40. ഈ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് നമ്മൾ വരച്ചതാണ്. ഒരു ഫ്രീ ആയിട്ട് വീഴുന്ന സ്റ്റോണിന്റെ വെലോസിറ്റി നമ്മൾ വരച്ചതാണ്. ആ ടേബിളാണ് ഇത്. അപ്പൊ ഈ ടേബിൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്രാഫ് ഫോം ചെയ്തിട്ടുള്ളത്. ഫ്രീ ആയിട്ട് വീഴാണ്. അപ്പൊ വെലോസിറ്റി എന്താണ്? സെയിം ആയിരിക്കും എവരിവെയർ നമുക്കറിയാം.
അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള മെത്തേഡ് എന്താണ്? ബിലോ പോർഷന്റെ ഏരിയ, അതായത് ഈ ഗ്രാഫിന്റെ ബിലോ പോർഷൻ എവിടെയാണ്, ആ ബിലോ പോർഷന്റെ ഏരിയ കണ്ടാലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാമെന്ന് നമുക്കറിയാം. അപ്പൊ ബിലോ പോർഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തൊട്ട് എവിടെ വരെ വരും? ഇതാണ് എന്ത്? ഈ ബിലോ പോർഷൻ. ഓക്കെ, ഇതാണ് ബിലോ പോർഷൻ. അപ്പൊ ബിലോ പോർഷൻ ഇത്രയും പ്ലേസിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് സെഗ്മെന്റ്. അപ്പൊ ഈ സെഗ്മെന്റിന്റെ ഏരിയ ആണ് എന്ത്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് ഇവിടെ പി എന്നും ഇവിടെ ക്യൂ എന്നും പേര് കൊടുത്തു, ഇവിടെ എസ് എന്നും ഇവിടെ ആർ എന്നും പേര് കൊടുത്തു അല്ലെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് ജോയിൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്യൂ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ക്യൂ എന്ന് പേര് കൊടുക്കും. അപ്പൊ നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? ഈ ഗ്രാഫിന്റെ ബിലോ പോർഷനിലുള്ള ഏരിയ കാണണം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ബിലോ പോർഷനിലെ ഏരിയ കാണണം. അപ്പൊ നമ്മൾ ഇത്രയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാം? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വി ഇൻറ്റു ടി ആണ് അല്ലെ. വി ഇൻറ്റു ടി ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വി വരുന്നുണ്ട് അല്ലെ. ഏതാണ്? ഒന്ന് ഇനീഷ്യൽ ആണ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഉണ്ട്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ആണ് നമ്മൾ യു എന്ന ടേം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക, ഫൈനൽ വെലോസിറ്റി ആണ് എന്ത്? വി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നേരത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമുക്ക് വിക്ക് എന്ത് വാല്യൂ കൊടുത്താൽ മതിയായിരുന്നു? 10. അപ്പൊ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന് ഞാൻ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ എല്ലാ ടേമും നമ്മൾ ഇവിടെ എല്ലാത്തിനും ക്യൂ, പി, എസ്, ആർ, എ ഇതൊക്കെ എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി ഇവിടെ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ നോക്കാം. വി നമുക്കറിയാം, വി എന്താണ്? ഫൈനൽ വെലോസിറ്റി. വി എന്താണ്? ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ആർ ക്യൂ ആണ് അല്ലെ. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ക്യൂ. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എസ്. പി എസ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ഇതെങ്ങനെയാ വരുന്നത് നോക്കിക്കോ. ഇനീഷ്യൽ, അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 സെക്കൻഡിന്റെയും 4 സെക്കൻഡിന്റെയും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എന്താണ്? ആക്സിലറേഷൻ എന്തായാലും 2 സെക്കൻഡിന്റെയും 4 സെക്കൻഡിന്റെയും ഇടയിലാണ്. ഈ ഒരു ടൈം ഗ്യാപ്പ് ആണ് നമുക്ക് തന്നത്. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിന് ഉണ്ടായ വെലോസിറ്റി എത്രയാണ്? പി ആണ് അല്ലെ. നമ്മൾ 20 ആണ്. നമുക്ക് ഗ്രാഫ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഫിഗേഴ്സ് വെച്ചിട്ടല്ല, അപ്പൊ നമ്പേഴ്സ് വെച്ചിട്ടൊന്നുമല്ല. അപ്പൊ നമ്മള് എന്താ നോക്കേണ്ടത്? ഇവിടെ ഗ്രാഫില് ഇനീഷ്യൽ വെലോസിറ്റി ഏത് പോയിന്റിലാണ്? പി എസ് ആണ്. പി എസ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി, അതാണ് നമ്മൾ എഴുതിയത്. ഇനി ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ക്യൂ ആണ്. അതായത് നമുക്ക് എവിടെ വരെ വേണ്ടു? 4ാമത്തെ സെക്കൻഡ് വരെ. അപ്പൊ 4ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി എത്രയാണ്? ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആർ ക്യൂ. അപ്പൊ ആർ ക്യൂ ആണ് ഫൈനൽ വെലോസിറ്റി, പി എസ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനി നോക്കാം, പി എസിന് ഈക്വൽ ആണ് എന്ത്? എ ആർ. പി എസ് ഈസ് ഈക്വൽ ടു എ ആർ. നമുക്ക് പി എസിന് പകരം എന്ത് എഴുതാം? പി എസ് ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു യു എന്ന് എഴുതാം അല്ലെ. പി എസ് ഈസ് ഈക്വൽ ടു യു ആണ്. അപ്പൊ പി എസ് ഈസ് ഈക്വൽ ടു എ ആർ ആണ്. അപ്പൊ പി എസ് ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു യു നമുക്ക് എഴുതാം. ഇനി അടുത്തത് ക്യു ആർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആർ ക്യു ഈസ് ഈക്വൽ ടു വി ആണ് നമുക്കറിയാം. ആർ ക്യു ഈസ് ഈക്വൽ ടു വി ആണ്. എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? T2 മൈനസ് T1 ആണ്. അതായത് എസ് ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈം ഗ്യാപ്പ് ആണ്. 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. T2വിൽ നിന്ന് T1 മൈനസ് ചെയ്താൽ ഈ ഒരു ഡിഫറൻസ് ആണ് എന്ത്? എസ് ആർ. T2 ടു T1 വരെയുള്ള സമയം എന്താണ്? എസ് ആർ ആണ്. അപ്പൊ നമുക്ക് ടൈം കിട്ടി, വി കിട്ടി, യു കിട്ടി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി എ ക്യു, ഇവിടെ എ ക്യു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എ ക്യു എങ്ങനെ കാണാം? ഇതിൽ നമുക്ക് എ ക്യു എങ്ങനെ കാണാം? എ ക്യു ഈസ് ഈക്വൽ ടു ക്യു ആർ മൈനസ് എ ആർ അല്ലേ.
എ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് എ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആർ മൈനസ് എ ആർ ആണ്. ഇതിന് മൊത്തത്തിൽ നിന്ന് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് കിട്ടില്ലേ? അത് തന്നെയാണ് എന്താ ഇവിടെ എ ക്യൂ എന്ന് പറഞ്ഞാൽ. എ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ആർ മൈനസ് എ ആർ ആണ്. ഇനി ക്യൂ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ക്യൂ ആർ കിട്ടിയിട്ടുണ്ടോ? നോക്ക്, ഇതെന്താണ്? ക്യൂ ആർ ആണ്. വേണമെങ്കിൽ ഞാനിതൊന്ന് നിങ്ങൾക്ക് ക്യൂ ആറും ആർ ക്യൂ എന്ത് തന്നെയാണ്? സെയിം ആണ്. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ ഉള്ളൂ. അപ്പൊ ക്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആണ്. ഇനി എ ആർ കിട്ടിയിട്ടുണ്ടോ? നോക്ക്, എ ആർ ഇസ് ഈക്വൽ ടു എന്താണ്? യു ആണ്. അപ്പം എ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വി മൈനസ് യു ആണ്. നമുക്കിപ്പോ ഇവിടെ കിട്ടിയത് എ ക്യൂ ആണ്. എ ക്യൂ ഇസ് ഈക്വൽ ടു വി മൈനസ് യു. നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് പോവാണ് കേട്ടോ. നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലേ? അപ്പൊ ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. അതിന് നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്തത്? നമ്മൾ ആദ്യം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. എന്തിന്റെ? ഫ്രീലി ഫോളോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. ആ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റണം അല്ലെ? അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു നിശ്ചിത ടൈം ലിമിറ്റിനുള്ളിൽ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതൊരു ഗ്രാഫിൽ എന്ത് ചെയ്യാണ്? വരച്ചിട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ T1ന്റെ വെലോസിറ്റി T1 സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റി കണ്ടു, T2 സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റി കണ്ടു. അതായത് ഇനീഷ്യൽ വെലോസിറ്റിയും കണ്ടു, ഫൈനൽ വെലോസിറ്റിയും കണ്ടു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാന്ന് കണ്ടു? PS എന്ന് കിട്ടി. ഫൈനൽ വെലോസിറ്റി QR എന്ന് കിട്ടി. ഇനി ഈ PS ന് ഈക്വൽ ആയിട്ടാണ് AR ഉള്ളത്. കാരണം ഇത് രണ്ടും ഒരേ ലെങ്ത് ആണ്. അപ്പൊ PS ഈസ് ഈക്വൽ ടു ആണ് എന്ത്? AR. അങ്ങനെയാണെങ്കിൽ നമുക്ക് U ഈസ് ഈക്വൽ ടു PS ഈസ് ഈക്വൽ ടു AR നേടാം. PS ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു U നേടാം. ഇനി SR എന്ന് പറഞ്ഞാൽ എന്താണ്? T2 T1 തമ്മിൽ ഡിഫറൻസ് ആണ്. അപ്പൊ SR എന്ന് പറഞ്ഞാലാണ് T അല്ലെ? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ടൈം നമുക്ക് കിട്ടി. ടൈം എന്താണ്? SR ആണ്. ഇനി V എന്താണ്? V നമുക്കറിയാം. V എന്ന് പറഞ്ഞാല് RQ ആണ്. ഈ RQ ഇനി നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? AQ ആണ്. AQ കണ്ടുപിടിക്കണം. AQ എങ്ങനെ കാണാം? QR മൈനസ് AR ചെയ്താൽ നമുക്ക് AQയും കിട്ടി. എന്താന്ന് പറഞ്ഞാൽ എന്താണ്? V മൈനസ് U ആണ്. അപ്പൊ നമുക്ക് എല്ലാ സൈഡും കിട്ടി. ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, ഇതും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ കാണാൻ പറ്റും. അതിനു മുന്നേ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ AQ കണ്ടുപിടിച്ചു അല്ലെ? AQ എന്ന് പറഞ്ഞാൽ QR മൈനസ് AR എന്ന് കണ്ടു. അതായത് V മൈനസ് U ആണെന്ന് നമ്മൾ കണ്ടു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു V മൈനസ് U ബൈ T അല്ലേ? ആക്സിലറേഷൻ എങ്ങനെയായിരുന്നു? V മൈനസ് U ബൈ T ആണ്. ഇവിടെ നമുക്ക് V മൈനസ് U കിട്ടി. ഇനി എന്തും കൂടെ കണ്ടാൽ മതി? Tയും കൂടെ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടില്ലേ? T നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? അപ്പൊ V മൈനസ് U ബൈ T ആണ് ആക്സിലറേഷൻ. അതായത് വെലോസിറ്റി എന്തായിരുന്നു? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല് ഡിഫറൻസ് ഇൻ വെലോസിറ്റി. അതായത് വെലോസിറ്റിയിലെ ഡിഫറൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക. അപ്പൊ ഇവിടെ SR കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A കിട്ടും. അതായത് AQ അതാണ് AQ വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അതായത് രണ്ട് ടൈം ലിമിറ്റ് അല്ലേ? T1ഉം T2ഉം തമ്മിലുള്ള ഈ രണ്ട് പ്ലേസുകൾ തമ്മിലുള്ള രണ്ട് ഡിസ്റ്റൻസ് തമ്മിലുള്ള വെലോസിറ്റി ചേഞ്ച് ആണ് എന്ത്? നമുക്ക് കിട്ടിയ AQ. ഇത് തമ്മിലുള്ള വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമുക്ക് കിട്ടിയ AQ. അപ്പൊ ഈ വെലോസിറ്റിയിലുള്ള ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ആക്സിലറേഷൻ കിട്ടുക. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്തും കാണാം. ഡിസ്പ്ലേസ്മെന്റ് അല്ലാതെ ആക്സിലറേഷനും നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് കാണാമെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? AQ ഡിവൈഡഡ് ബൈ SR എഴുതിക്കൂടെ? AQ തന്നെയാണ് V മൈനസ് U. AQ is equal to V minus U ആയതുകൊണ്ട് V minus U by T ആണ് ആക്സിലറേഷൻ അല്ലെ? ഈ V minus U ന് പകരം ഞാൻ എന്ത് എഴുതി? AQ എന്ന് എഴുതി. Tക്ക് പകരം എന്ത് എഴുതി? നമ്മളെ ഗ്രാഫ് ഓർമ്മ ഉണ്ടല്ലോ, ആ SR എഴുതി. AQ by SR എന്ന് എഴുതി.
ഓക്കെ. അപ്പൊ SR പകരം ഇനി T കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് SR പകരം T കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ തന്നെ കിട്ടി, V - U/T തന്നെ കിട്ടി. ഇത് നേരെ തിരിച്ച് ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. അപ്പൊ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? ആക്സിലറേഷൻ കാണാം. അതിന്റെ ഗ്രാഫിലുള്ള വാല്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? AT = V - U എന്ന് പറയാം. AT = V - U എന്ന് പറയാം. Then പിന്നെ എന്താ? V = U + AT എന്ന് പറയാം. ഇത് നമ്മൾ ആദ്യം പഠിച്ച കാര്യം തന്നെയാണ്. V = U + AT, AT = V - U. ഇതൊക്കെ ഇതിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. അത് നമ്മൾ ഗ്രാഫ് വെച്ചിട്ടും എന്ത് ചെയ്തു? ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു.